അടുത്ത മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല എന്നത് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ MLA-മാരുടെ, അതായത് നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഇന്ദിരാഭവനിൽ അല്പസമയത്തിനകം യോഗം ആരംഭിക്കുകയും ചെയ്യും. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ആണ് ഈ നിയുക്ത MLA-മാരുടെ യോഗം ചേരുന്നത്. AICC നിരീക്ഷകർ ആയിട്ടുള്ള മുഗൾ വാസനിക്ക, അജയ് മാക്കൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടരുകയാണ്. അവരുടെ സാന്നിധ്യത്തിലായിരിക്കും നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുക എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളെയും നേരിൽ കാണുകയാണ്. ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങൾ ആരായുകയാണ്. തിരുവനന്തപുരത്ത് താജ് വിവാന്ത ഹോട്ടലിൽ ആണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC അധ്യക്ഷനുമായിട്ടുള്ള K സുധാകരൻ തുടങ്ങിയവർ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ എനിക്ക് ഒന്നും പറയാൻ അല്ലല്ല, അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ലെന്ന് പറഞ്ഞില്ലേ? വ്യക്തമായി പറഞ്ഞു. ഈ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് CM ആണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ വാക്കിനാണ് വില. അല്ലല്ല, അതിപ്പോ MLA-മാരുടെ അഭിപ്രായം തീർച്ചയായും എടുക്കുമല്ലോ, MLA-മാരുടെ ഭൂരിപക്ഷം എടുക്കുമല്ലോ. അതിനെന്താ തെറ്റ്? അതാണ് ചെയ്യേണ്ടത്. അഭിലാഷ്, വളരെ കൃത്യമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ PJ കുര്യൻ മുതിർന്ന നേതാവാണ്. ഈ നിരീക്ഷകരെ കണ്ട ശേഷം പ്രതികരിച്ചത്. നേതാക്കൾ എല്ലാവരെയും നിരീക്ഷകരെ കാണുന്നുണ്ട്. ഇപ്പോൾ PJ കുര്യന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് MLA-മാരാണ് പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. ആ നിയമസഭാ കക്ഷി നേതാവാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായത്തിലാണ് മുൻഗണന. MLA-മാരുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനം. അതായത് ആർക്കാണ് ഭൂരിപക്ഷം? 3 സ്ഥാനാർത്ഥികളാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ്. 2 പേർ MLA-മാരാണ്. KC വേണുഗോപാൽ MLA അല്ല. പക്ഷേ ആ തീരുമാനം ഉണ്ടാകേണ്ടത് ആർക്കാണോ ഭൂരിപക്ഷം, MLA-മാരുടെ അഭിപ്രായത്തിൽ ആർക്കാണോ മുൻഗണന, ആരാണോ മുൻപന്തിയിലെത്തുന്നത് അവർ തന്നെ തിരഞ്ഞെടുക്കേണ്ടെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാ നേതാക്കളുമായും ഈ 1-to-1 കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തുന്നുണ്ട് നിരീക്ഷകരായ അജയ് മാക്കാനും ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കും. പക്ഷേ PJ കുര്യന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. MLA-മാരുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ ഒരു ചർച്ചയുള്ളത്, ഇപ്പോൾ തന്നെ ഒരു അവകാശവാദമുള്ളത് MLA-മാരിൽ ബഹുഭൂരിപക്ഷവും AICC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ്. KC വേണുഗോപാലിന് 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ടെന്ന അവകാശവാദങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും തങ്ങൾക്കൊപ്പം ഭൂരിഭാഗം MLA-മാർ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആർക്കൊപ്പമാണ് ഭൂരിഭാഗം MLA-മാർ? ആ തീരുമാനം വളരെ നിർണായകമായി മാറും. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള ഒരു മാനദണ്ഡം കോൺഗ്രസിനുണ്ടായിരുന്നു. ആർക്കാണോ ആ കക്ഷിയിൽ, നിയമസഭാ കക്ഷിയിലാകട്ടെ അല്ലെങ്കിൽ നഗരസഭാ കക്ഷിയിലാകട്ടെ ഭൂരിപക്ഷം ആർക്കാണോ ഉള്ളത് അവർ MLA-മാരാകട്ടെ, അവർ നേതാവാകട്ടെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഇവിടെ KC വേണുഗോപാലിന് അതിൽ മുൻതൂക്കം ലഭിച്ചാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ശക്തമായ അവകാശവാദവുമായി ഇത് മാത്രമാകരുത് മാനദണ്ഡം, ഈ MLA-മാരുടെ പിന്തുണ മാത്രമാകരുത് മാനദണ്ഡം, മറ്റേ സാമൂഹിക സമവാക്യങ്ങൾ പരിഗണിക്കണം, ഭരണപരിചയം പരിഗണിക്കണം, സീനിയോറിറ്റി പരിഗണിക്കണം, അതുപോലെ തന്നെ ഘടകകക്ഷിയുടെ അഭിപ്രായം തേടണം തുടങ്ങി വലിയ ആവശ്യങ്ങളുമായി രമേശ് ചെന്നിത്തലയും VD സതീശനും രംഗത്തുണ്ട്. ഏതായാലും കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുമെന്ന സൂചനയല്ല നമുക്ക് ഇവിടെ നൽകാൻ കഴിയും. ഇപ്പോഴും മുതിർന്ന നേതാക്കളൊക്കെ അകത്തുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ VM സുധീരനും VD സതീശനും അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഇവർ താമസിക്കുന്ന, നിരീക്ഷകർ താമസിക്കുന്ന മുകുൾ വാസ്നിക്കും അജയ് മാക്കനും താമസിക്കുന്ന ഈ ഹോട്ടലിലുണ്ട്. ഓരോരുത്തരുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം 10-ഓടുകൂടി അവർ KPCC-യിലെത്തും. അവിടെയാണ് UDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷമാകും MLA-മാരുമായി 1-to-1 മീറ്റിംഗ് നിരീക്ഷകർ നടത്തുക. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ആ റിപ്പോർട്ടുമായി അവർ ഡൽഹിക്ക് മടങ്ങും, ഹൈക്കമാൻഡിനെ കാണും. ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും ഇതിൽ അന്തിമമായി വരാൻ പോകുന്നത്. ഇപ്പോഴിതാ നേതാക്കൾ ഓരോരുത്തരായി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം ആയിരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. അരുൺ, തുടരുക. നിരവധി നേതാക്കൾ ഇപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. അതേസമയം ഡാൻ കുര്യൻ കൂടി പങ്കുചേരുന്നുണ്ട്. ഡാൻ, ഇത്തരത്തിലാണ്
മുഖ്യമന്ത്രിയിലേക്ക് എത്തുക എന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്പസമയം മുമ്പ് PJ കുര്യന്റെ പ്രതികരണമടക്കം നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം MLA-മാരുടെ അഭിപ്രായം ആരായണമല്ലോ എന്ന് ചോദിക്കുന്നു. ഇതാ ചാണ്ടിയുമ്മനെ പോലെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആണ്, നിയുക്ത MLA-മാർ ആണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നതൊരല്പം പ്രയാസകരമാകുന്ന സാഹചര്യം ആണോ ഉള്ളത്? അഭിലാഷ്, 10:30-യോടെയാണ് MLA-മാരുമായിട്ടുള്ള ആദ്യ നിയമസഭാ കക്ഷി യോഗം. അതായത് അത് അജയ് മാക്കാന്റെയും അതോടൊപ്പം മുകുൾ വാസ്നിക്കിന്റെയും സാന്നിധ്യത്തിൽ KPCC ആസ്ഥാനത്ത് ചേരുക. ഓരോ MLA-മാർക്കും 2 മുതൽ 3 മിനിറ്റ് വരെ സമയം തനിച്ച് ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി സംസാരിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. അതായത് ഏതാണ്ട് ഒരു 180 മിനിറ്റ് കൊണ്ട് ഈ 63 MLA-മാരുമായുള്ള അവരുടെ അഭിപ്രായം തേടുന്ന നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ KPCCയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇപ്പോൾ മുതിർന്ന നേതാക്കളിൽ ചിലർ ഹോട്ടലിലെത്തി ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പിന്നാലെ ഇപ്പോൾ കാണാൻ സമയം ലഭിക്കാത്ത മറ്റ് ഘടകകക്ഷിയുടെ പ്രതിനിധികൾ, മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സംസാരിക്കുന്നതിന് അവസരം ലഭിക്കും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഈ 2 ഹൈക്കമാൻഡ് പ്രതിനിധികളും തലസ്ഥാനത്തേക്ക് തിരികെ എത്തും, രാജ്യ തലസ്ഥാനത്തേക്ക് മടങ്ങും. അവിടെ മടങ്ങിയെത്തിയ ശേഷം ഇവിടെ നിന്നുള്ളൊരു റിപ്പോർട്ട് അവിടെ സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. ഡൽഹിയിൽ വിളിപ്പിച്ചതിന് ശേഷമായിരിക്കും നിർണായകമായ ചർച്ചകൾ നടക്കുക. എന്തായാലും ഘടകകക്ഷികളടക്കം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമായി മാറും. നിലവിൽ 3 പേരും, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടം മുതൽ ഉയർന്നു കേൾക്കുന്ന 3 പേരുകളും അതുപോലെ തന്നെ സജീവമായി ചർച്ചകളിൽ നിറയുന്നു എന്നതാണ് സാഹചര്യം. അതോടൊപ്പം ഒരാളും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. ഓരോരുത്തരും അവരവരുടെ ഭാഗം ക്ലെയിം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ പോയിന്റുകൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇന്നലെ ഡൽഹിയിൽ നിന്ന് വൈകിട്ടാണ് മടങ്ങിയെത്തിയത്. അദ്ദേഹം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് പോയതെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MLA-മാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30-യോടെയാണ് ഈ മീറ്റിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അല്പം കൂടി നീണ്ടുപോയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മടങ്ങുന്നതിനുള്ള സമയബന്ധിതമായി ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതിനുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ ആണ്, അതായത് MLA-മാരിൽ നിന്ന്, നിയുക്ത MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.